അർജന്റീന ടീമും മെസ്സിയും കേരളത്തിലേക്കില്ലെന്ന് സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മെസ്സി എത്തില്ലെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആരുടെ കയ്യിലാണോ അത് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. സ്റ്റേഡിയം നവീകരണത്തിൽ സ്പോൺസറുമായി കരാറില്ലെന്ന് GCDAയും ഇന്ന് വ്യക്തമാക്കി. മെസ്സി വരുമോ എന്നതിലും കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നവീകരണത്തിലും ആദ്യമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. മെസ്സി എത്തില്ലെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. സ്റ്റേഡിയം ആരുടെ കയ്യിലാണോ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. കളി അവിടെ നടക്കുമെന്നാണല്ലോ കണക്കാക്കിയിരുന്നത്. ഇപ്പോഴാണല്ലോ അതിന് വേറൊരു ടേൺ വന്നിട്ടുള്ളത്. ഏതായാലും ആ കളി നടക്കുമ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവിടെ മാറേണ്ടതുണ്ട്. അതിന് സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്ത ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്താൻ വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ആ നടപടികൾ നടത്തുക എന്നല്ലാതെ സ്റ്റേഡിയം മുഴുവൻ അവർക്ക് വിട്ടുകൊടുക്കാൻ ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല. മാത്രമല്ല അങ്ങനെ വിട്ടുകൊടുക്കുകയുമില്ല. സ്റ്റേഡിയം നവീകരണത്തിന് 70 കോടി ചിലവുണ്ടെന്നാണ് സ്പോൺസറുടെ വാദം. എന്നാൽ ആ കണക്കിനെ കുറിച്ച് അറിവില്ലെന്ന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള. സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട്. അത് രേഖാപരമാണ്. സ്പോൺസർക്ക് GCDA കൈമാറിയിട്ടില്ല. അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. സ്റ്റേഡിയം നവീകരണത്തിലെ അഴിമതി മറയ്ക്കാനാണ് മെസ്സി വരുമെന്ന പ്രചരണം നടത്തിയതെന്ന് കോൺഗ്രസ്. ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് ഇതിൽ? മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തില് ഈ സ്പോൺസറുടെ റോൾ എന്താണ്? അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ GCDAയിൽ പ്രതിഷേധിച്ചു. സ്റ്റേഡിയം വിവാദം രാഷ്ട്രീയമായി നേരിടാനാണ് CPIM തീരുമാനം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.